കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. 16:9 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് നമുക്ക് വേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്തിലേക്ക് മാത്രമായി ട്രിം ചെയ്തെടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയിലേക്ക് വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ചേർത്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷൻ മുകളിലത്തെ ലെയറിന്റെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് മുന്നിലേക്ക് മാറ്റി വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോപ്പിംഗ് സെലക്ട് ചെയ്യുക. മാസ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് മാസ്ക് ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. ഷേപ്പ് ഇവിടെ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഷേപ്പ് ചേഞ്ച് ചെയ്യേണ്ടതില്ല. ഫെദർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫെദർ ലെവൽ നിങ്ങൾക്ക് വേണ്ട വിധം കൂട്ടിയെടുക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്ത് എൻലാർജ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു കൊടുക്കുക. ആൽഫ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കുറച്ചു കൊടുക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആനിമേഷന്റെ ബിഗിനിങ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനായി ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും മുന്നോട്ട് മൂവ് ചെയ്യിച്ച് ലെയറിന്റെ പകുതി ഭാഗം എത്തുമ്പോൾ നിർത്തുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് ഈ രീതിയിൽ കുറച്ചു ദൂരം മുന്നോട്ട് മൂവ് ചെയ്യിച്ച് നിർത്തുക. കർസർ ഇവിടെ നിന്നും ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് പിന്നിലേക്ക് മൂവ് ചെയ്യിച്ച് പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലൈറ്റ് എഫക്റ്റ് ലെയർ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. ഹ്യൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈറ്റിന്റെ കളർ ഇമേജിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക. ഈ ഇമേജ് ഇവിടെ നിന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിന് മുകളിലായി കൊണ്ടുവന്ന് എൻലാർജ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും ഒറിജിനൽ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ലെറ്ററിംഗ് എഫക്റ്റിന് വേണ്ടി ഈ അസസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കേഴ്സിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ടൈറ്റിൽസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവയിൽ നിന്നും ഹോളോഗ്രാഫിക് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. മെനു ബോക്സിൽ നിന്നും സ്റ്റിക്കർ സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ഹോളോഗ്രാഫിക് ടൈറ്റിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് അഥവാ കോഡ്സ് എൻ്റർ ചെയ്യുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. കവറേജ് കൊടുക്കുക. ഈ ലെയർ സ്ക്രീനിന് താഴെയായി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക.
ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.